ഈ സഹോദരിമാർക്ക് നേരിടേണ്ടി വന്നാൽ അവര് വെറുതെ ഇരിക്കുന്നു തോന്നുന്നുണ്ടോ? അവരുണ്ട്, പക്ഷെ ആരോഗ്യമുള്ളവർ മാത്രം ശിഷ്യമായതായിട്ടുള്ള ഒരു അധ്യാപകൻ സൈനുദ്ദീൻ തന്നെ വന്നുള്ളൂ. എല്ലാവർക്കും ആ സമയത്തൊപ്പം വരും, പക്ഷെ മരണം വരെ നല്ല ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ. തവളഞ്ചന ഓഡിറ്റോറിയം പറഞ്ഞു. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് തവളഞ്ചന ഓഡിറ്റോറിയത്തിലാണ്. നമ്മളെല്ലാവരും കരാട്ട മാഷ് എന്ന് വിളിച്ചിട്ട് നമ്മളെ പീച്ചിക്ക ഇവിടെ തവളഞ്ചന ഓഡിറ്റോറിയത്തിൽ ഇവിടെ നിന്നൊരു കരാട്ട ക്ലാസിൻ്റെ ഉദ്ഘാടനം നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചും അതിനെക്കുറിച്ചും നമ്മൾ പീച്ചിക്ക തന്നെ നമ്മളോട് സംസാരിക്കും. നിങ്ങൾ പറഞ്ഞു. ഇവിടെ നമസ്കാരം. നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള കുറച്ച് ദിവസമായിട്ട് ഒരുപാട് ആളുകൾ അങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പരസ്യം ചെയ്തുകൊണ്ട്. കാരണം നമ്മളൊരു ക്ലാസ് തുടങ്ങുന്നുണ്ട്, നാട്ടിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു ക്ലാസ് എന്നുള്ള രീതിയിലാണ്. നാട്ടുകാരുടെയൊക്കെ ആവശ്യപ്രകാരം തന്നെയാണ്, നാട്ടുകാരുടെയൊക്കെ സഹകരണത്തോടു കൂടി. എന്തായാലും 19-ാം തീയതി എന്ന് പറയുന്നത് ഇന്നായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം. വൈകിട്ട് 5 മണിക്ക് പറഞ്ഞു. DYSP കറക്റ്റ് സമയത്തെത്തി. അതുപോലെ നമ്മുടെ ഡോക്ടർ സുലൈമാൻ മേൽപ്പത്തൂർ, അതുപോലെ ഒരുപാട് ആളുകൾ, അവരൊക്കെ കുട്ടികളെ ചേർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അഡ്മിഷനും വന്നിട്ടുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മൾ പല സ്കൂളുകളും കോളേജുകളും ഒക്കെ ക്ലാസ് നടക്കുന്നുണ്ട്. 10-20 വർഷമായിട്ട്, നമ്മൾ 20 വർഷമായി നമ്മൾ ഈ ഫീൽഡിൽ തന്നെ നമ്മുടെ നാട്ടിൽ ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്ക് ഒരു ക്ലാസ് കൊടുക്കണം എന്നുള്ള ആ ഒരു രീതി വെച്ചുകൊണ്ട് തന്നെയാണ് ഈ വെക്കേഷൻ ടൈമിൽ നമ്മളൊരു ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരുപാട് കുട്ടികൾ അതിൻ്റെ എന്താ പറയുക അഡ്മിഷൻ എടുത്തു. അത് മാത്രമല്ല ഇനിയും ഒരുപാട് എടുക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. തന്നെയുമല്ല നമ്മളെ സംബന്ധിച്ച് നാട്ടിലായതുകൊണ്ട് ഒരു പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും നല്ലൊരു സഭ തന്നെയായിരുന്നു. രക്ഷിതാക്കളായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ താല്പര്യപ്പെടുന്ന നമ്മുടെ നാട്ടുകാരും അതുപോലെ പുറത്തുനിന്നുള്ള ഞാൻ പഠിപ്പിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസൊക്കെ വന്നിരുന്നു. നല്ലൊരു അന്തരീക്ഷം തന്നെയായിരുന്നു. പിന്നെ ഈ പറയുന്ന മാതിരി നമ്മുടെ ഡോക്ടർ സുലൈമാൻ മേൽപ്പത്തൂരിൻ്റെ ഒരു നല്ലൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ലഹരിയെക്കുറിച്ചും അതുപോലെ തന്നെ ആരോഗ്യകരമായിട്ടുള്ള അതിന് ആരോഗ്യം സംരക്ഷിക്കുന്നതിനെ കുറിച്ചും അതുപോലെ ആരോഗ്യമാണ് ലഹരി എന്നുള്ള രീതിയെക്കുറിച്ചും പിന്നെ നമ്മുടെ ഏറ്റവും എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ താന്നൂർ DYSP പ്രമോദ് സാറായിരുന്നു. അദ്ദേഹം വന്ന് ഒരുപാട് സമയം ഇവിടെ ചെലവഴിച്ചു എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന് ഒരുപാട് താല്പര്യത്തോടു കൂടി ക്ലാസ്സൊക്കെ എടുക്കുന്ന, അത് മാത്രമല്ല കുറച്ചൊരു ഡെമോ ഉണ്ടായിരുന്നു ലാസ്റ്റ് വെച്ചിട്ട്. അപ്പോൾ അതിനൊക്കെ അദ്ദേഹം പങ്കെടുത്തു. പിന്നെ അദ്ദേഹത്തിന് നല്ലൊരു ക്ലാസ് ഉണ്ടായിരുന്നു. ഒരുപാട് സമയം എടുത്തുകൊണ്ട് 1.5 മണിക്കൂറിന് മേലെ അദ്ദേഹം ഇവിടെ സമയം ചെലവഴിച്ചു. കാരണം അത്രയും താല്പര്യത്തോട് കൂടിയിട്ട് ഇന്നത്തെ കാലത്ത് നമ്മളൊക്കെ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ലഹരി തന്നെയാണ്. എല്ലാവർക്കും പറയാനുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ലഹരി മുക്തമായ ഒരു കേരളം അല്ലെങ്കിൽ നമ്മുടെ നാട് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട്, അത് മാത്രമേ എല്ലാവർക്കും പറയാനുള്ളൂ. എന്നെ സംബന്ധിച്ചും ഞാൻ കൊടുക്കുന്ന ക്ലാസ്സും എനിക്കും ആ കുട്ടികളോട് പറയാനുള്ളൊരു കാര്യമുള്ളൂ. കാരണം കരാട്ടെ പഠിച്ചാലും എന്ത് ആരോഗ്യ പദ്ധതി പഠിച്ചു കഴിഞ്ഞാലും നമ്മൾക്ക് ആരോഗ്യമാണ് സമ്പത്ത്, ആരോഗ്യമാണ് ലഹരി. ആ ഒരു ക്ലാസ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു സഭ അത് വന്നവർക്കും അവർക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. വന്ന രക്ഷിതാക്കളും അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പുറത്തുനിന്നൊക്കെ വന്നിരുന്ന ആളുകൾ, എന്തായാലും അവരുടെയൊക്കെ സഹകരണം നല്ല രീതിയിൽ തന്നെ ആയിരുന്നു. എന്തായാലും ഞാൻ ഒരു കാര്യം കൂടെ പറയുകയാണ്. കാരണം ഇത് എന്നെ കേൾക്കുന്ന ആളുകൾ, എന്നെ കാണുന്ന ആളുകൾക്ക്, നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ ഈ പറയുന്ന നമ്മുടെ അതിരമട തവളഞ്ചന ഓഡിറ്റോറിയമാണ്, റോയൽ ഓഡിറ്റോറിയം. ഇവിടെ വെച്ചിട്ട് നല്ലൊരു ഹാളാണ്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ക്ലാസ് കൊടുക്കുന്നത്. തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ ഒരു ബാച്ചിന് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് 5 to 6:30 മണിയാണ്, വൈകിട്ട് 5 to 6:30 മണിയാണ് വെക്കേഷൻ ടൈമിന്. എന്തായാലും ആ ഒരു സമയത്ത് നമ്മൾ 1.5 മണിക്കൂറോളം ആ കുട്ടികൾക്ക് താല്പര്യത്തോട് കൊടുക്കാന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കുട്ടികളൊക്കെ പങ്കെടുപ്പിക്കാവുന്നുള്ളൂ. കൊണ്ടുവരാനും കൊണ്ടുപോകാനും ബുദ്ധിമുട്ടില്ല. തനിയെ വരുന്ന കുട്ടികൾക്കൊക്കെയാണ് ഏറ്റവും നല്ല സ്ഥലമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നല്ലൊരു അങ്ങാടി കൂടിയാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഈ ഇങ്ങനെ ഒരു സഭയിൽ വന്നതും അതുപോലെ തന്നെ എല്ലാവർക്കും ഇങ്ങനെ ഒരു സപ്പോർട്ട് തന്നതിനൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും നിങ്ങളുടെയൊക്കെ സഹകരണം ഇനിയും കുട്ടികൾ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഒന്ന് കുട്ടികളടക്കം നിങ്ങൾ രക്ഷിതാക്കാർക്ക് എഴുന്നേറ്റിട്ട് നിങ്ങളെ പഠിപ്പിക്കാന്ന് പറഞ്ഞത്, അതുകൊണ്ട് എല്ലാ മക്കളെയും പഠിപ്പിക്കാൻ ഇത് സാധികമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട DYSP സാറെ ഇരുത്തിക്കൊണ്ട് ഇത്രയും സംസാരിക്കേണ്ടി വന്നതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ വാദങ്ങൾ ഉപസംഹരിക്കുന്നു. വീണ്ടും കുഞ്ഞാലി വരക്കാരൻ പുനർജനിക്കട്ടെ. ഈ പറയുന്ന തവളഞ്ചിനയിൽ ഭൂവഞ്ചിനയിൽ അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഓരോ ചിഹ്നപ്പടി ഇവിടെയുള്ള സ്ഥലങ്ങളിലെല്ലാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എന്തുകൊണ്ടും വളരെ നല്ലൊരു കലയാണ് കരാട്ടെ. അതിലെ കൈ മാത്രം ആയുധം എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഒരു അഭ്യാസമാണ്.
അതുകൊണ്ട് തീർച്ചയായിട്ടും റൻഷി സൈനുദ്ദീൻ അവർകളെയും മറ്റു സഹപ്രവർത്തകരെയും മുക്തകണ്ഠം പ്രശംസിക്കുന്നു. ഈ ഒരു ഷോഡോക്കാൻ കരാട്ടെ സ്കൂള് 21 വർഷമായി, ഇനിയും ഒരുപാട് വർഷങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. നമ്മുടെ നാട്ടിലാകെ സമാധാനം ഉണ്ടാവാൻ വേണ്ടി കരാട്ടയ്ക്ക് കഴിയട്ടെ. അക്രമം അല്ല നമ്മുടെ പാത. പക്ഷേ ഇനി എന്തെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ എതിരാളി നമ്മളെ ശത്രുവാണെന്ന് കരുതാതെ എതിരാളിയെ കീഴ്പ്പെടുത്താൻ വേണ്ട ചെറിയ ബലം, ഇപ്പോൾ പോലീസിന് അടിക്കാനുള്ള അവകാശം ഉണ്ടെന്ന് ചോദിക്കുന്നത്. ഇപ്പോൾ നിയമം പഠിച്ചവർക്കറിയാം, റീസണബിൾ ഫോഴ്സ്, ഒരു പ്രതിയെ കീഴ്പ്പെടുത്താൻ വേണ്ടുന്ന ബലം. അപ്പോൾ പ്രതി തോക്കുമായിട്ടാണ് ഡിവൈഎസ്പിയുടെ നേർക്ക് ചാടുന്നെങ്കിൽ ഡിവൈഎസ്പിക്ക് അതേ റേഞ്ച് ചാടാം. പക്ഷേ അദ്ദേഹം എന്നെ പരിക്കേൽപ്പിക്കാതിരിക്കുന്നിടത്തോളം കാലം എനിക്ക് പരിക്കേൽപ്പിക്കാൻ പറ്റും. അപ്പോൾ അദ്ദേഹം എന്നെ പ്രതി ഒരു വടി കൊണ്ട് എൻ്റെ വലത് കൈ ഒടിച്ചാൽ എനിക്ക് അയാളുടെ ഇടത് കൈ ഒടിക്കാമെന്നാണ് എൻ്റെ സ്റ്റാൻഡ്. എൻ്റെ അപ്പുറത്തേക്ക് തലക്കടിച്ചാൽ എന്ത് ചെയ്യാൻ പാടില്ല? കൊല്ലാൻ പാടില്ല. അപ്പോൾ ഈ കലകളൊക്കെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതെല്ലാം ശരീരത്തിൽ ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട്. ആവേശം, എനർജി, ഇതൊക്കെ എടുത്ത് പ്രയോഗിക്കുമ്പോൾ എത്ര വരെ പോകണം? ഞങ്ങളുടെ കയ്യിലൊക്കെ ചില പ്രതികളെ കിട്ടുമ്പോൾ നമ്മളെ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിക്കും. പക്ഷേ അയാളെ പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി അത് അവസാനിക്കണം. അത് ആ വൈരാഗ്യത്തോടു കൂടി അവിടെ കൊണ്ട് തല്ലിയാലോ അയാൾ മരിച്ചു പോവും, നമ്മളെ പണിയും പോവും, ജയിലിലും പോവും. അപ്പോൾ ഏത് അഭ്യാസ മുറകളുടെയും അവസാനത്തെ ലക്ഷ്യം നമ്മുടെ സുലൈമാൻ അവർകൾ പറഞ്ഞു കഴിഞ്ഞു. ഒരുപാട് പഠിച്ച അവസാനം മർമ്മം പഠിച്ചു അല്ലേ? പിന്നീട് പഴഞ്ചൊല്ല്, മർമ്മറിയാൻ പോകുന്നവര് ആരും തല്ലാറില്ല. എന്താ കാരണം? അതുകൊണ്ടാണ് ഏറ്റവും നല്ല കല എന്ന് പറയുന്നത് ഓടി രക്ഷപ്പെടുക എന്ന് പറയും. ഓടാനെന്ത് വേണം? ഒരു കഴിവ്. അപ്പം അതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ക്ലാസ്സും എൻ്റെ ഇടയിൽ കിട്ടിയൊരു അവസരം ഞാൻ മുതലാക്കിയെന്നുള്ളൂ. തീർച്ചയായിട്ടും അപ്ലിക്കേഷൻ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്താ അപ്ലിക്കേഷനാ? ജോലി അപ്ലിക്കേഷൻ. ഒഴിവ് കിട്ടുമ്പോഴൊക്കെ പോലീസുമായി സഹായിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. മറിച്ച് എനിക്ക് യാതൊരു ബെനഫിറ്റും പോലീസിന് വേണ്ട. ഡിവൈഎസ്പി ആകുമ്പോൾ നിങ്ങൾ പോലീസാവരുത്. ചിലപ്പോൾ അങ്ങനെയാവും. കുറേ കഴിയുമ്പോൾ എന്താവും? ഡിവൈഎസ്പിനെ ഒന്ന് അറിയിക്കേണ്ടതെന്ന്, ഞാൻ തന്നെ ഇവിടുത്തെ പോലീസ്. കുറേ കഴിയുമ്പോൾ എന്താവും? ആദ്യം അപ്ലിക്കേഷൻ തരും, പിന്നെ അപ്ലിക്കേഷൻ തരാതെ എന്ത് ചെയ്യും? പുറത്തിറങ്ങാൻ തുടങ്ങും. അങ്ങനെയല്ല. അപ്പോൾ ഓരോ പ്രാവശ്യം അപ്ലിക്കേഷൻ വേണമെന്നല്ല ഞാൻ പറയുന്നത്. ആ അപ്ലിക്കേഷനിൽ മെൻഷൻ ചെയ്യണം എത്ര കാലത്തേക്ക് ഞാൻ പ്രവർത്തിക്കും. ഒരു ഇൻസിഡൻ്റാണ് അങ്ങനെ. ഒരു കള്ളനെ പിടിക്കാനുണ്ട്, ആ കള്ളനെ പിടിക്കുന്നത് വരെ ഞാൻ പോലീസുമായി സഹകരിക്കാൻ തയ്യാറാണ്. അല്ലെങ്കിൽ എൻ്റെ പ്രദേശത്ത് ലഹരി വിൽപ്പന ഉണ്ട്, അത് അവസാനിക്കുന്നത് വരെ പ്രവർത്തിക്കാൻ തയ്യാറാണ്. അങ്ങനെ അതിൻ്റെ മാതൃക ഞാൻ ഇദ്ദേഹത്തിന് കൊടുക്കാം. താല്പര്യമുള്ളവർ ഇട്ടോളുക. അപ്പോൾ നിങ്ങളും എന്നെ വിളിക്കണം ആവശ്യമുണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ, താങ്ക് യു. എല്ലാവിധ ആശംസകളും. ഷോഡോക്കാൻ കരാട്ടെ സ്കൂളും റൻഷി സൈനുദ്ദീൻ അവർകളൊക്കെ വാലോളം ഉയരട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. ജയ് ഹിന്ദ്. ഇവരെല്ലാം നമുക്ക് തന്ന ട്രെയിനിങ്, അതുപോലെ തന്നെ ഈ പരിപാടിയുടെ ലക്ഷ്യം ഒന്ന് ലഹരി മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നുണ്ടെങ്കിൽ തന്നെ ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നേയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. സൈനുദ്ദീൻ എന്ന ഒരു മാഷ്, ഒരുപാട് 10,000-കണക്കിന് ശിഷ്യന്മാരുള്ള പല അധ്യാപകരുണ്ട്. പക്ഷെ ആരോഗ്യമുള്ളവർ മാത്രം ശിഷ്യന്മാരായിട്ടുള്ള ഒരു അധ്യാപകൻ സൈനുദ്ദീൻ തന്നെ ഉണ്ടാവുള്ളൂ. മറ്റ് പല അധ്യാപകർക്കും വികലാംഗരുണ്ടാവും, വീണെടുക്കുന്നതുണ്ടാവും ശിഷ്യന്മാർ. പക്ഷെ സൈനുദ്ദീനിൽ നല്ല ആരോഗ്യ ദീർഘയാത്രയായ ആളുകൾ മാത്രമായിരിക്കും ഉണ്ടാകും. എന്താ, ലോകമുണ്ടായ കാലം തൊട്ടേ ഈ ആയോധന കലകൾ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലഹരിയും അത് അന്നേ തുടങ്ങിയിട്ടുണ്ട്. ഇന്നൊന്നല്ല, ലഹരി അന്നേ ഉണ്ടായതുകൊണ്ടാണല്ലോ ഖുർആനിലും രാമായണത്തിലും ബൈബിളിലും ഗീതയിലൊക്കെ ലഹരിയെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലഹരി പണ്ടേ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ രാജ്യം മാറ്റം വന്നപ്പോൾ ലഹരിക്ക് മാറ്റം വന്നപ്പോൾ ആരാണ് ലഹരി ഉപയോഗിച്ചിരിക്കണമെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായി. ഞാൻ ലേശം മദ്യപിച്ചുകൊണ്ട് വരികയാണെങ്കിൽ ഏത് ബ്രാൻഡാണെന്ന് വരെ 4 ദിവസം മദ്യപിച്ച എൻ്റെ ഭാര്യ പറയും. പക്ഷേ ഇന്ന് ഭാര്യക്കെന്നല്ല ഡോക്ടർക്ക് പറയാൻ കഴിയുന്നില്ല. കാരണം ഏത് ബ്രാൻഡാണെന്ന് പോയി ലഹരി ഉപയോഗിച്ചിട്ടോ എന്ന് പോലും. അത്തരത്തിലുള്ള
ആധുനിക രീതിയിലുള്ള ലഹരിയാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. ആ രാസലഹരിയെ പറ്റി ബോധവൽക്കരിക്കാൻ വേണ്ടിയാണ് നാടുതോറും ഈ ക്ലാസുകൾ നടക്കുന്നത്. ഈ പരിസര പ്രദേശങ്ങളിൽ ആ ലഹരി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് സൈനുദ്ദീനെ പോലെയൊക്കെ ഒരു മാഷ് താൻ എത്ര ശമ്പളം കിട്ടുന്നു, എത്ര കുട്ടികളിൽ നിന്നും എനിക്ക് വരുമാനം വരുന്നു എന്ന് ചിന്തിക്കുന്നതോടൊപ്പം തന്നെ ഈ സമൂഹത്തിന് വേണ്ടി തനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതിൻ്റെ ചിന്തയിൽ നിന്നാണ് ഇത്തരത്തിലൊരു ക്ലാസ് സംഘടിപ്പിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടുള്ളത്. പ്രോത്സാഹിപ്പിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദിയില്ല. എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എൻ്റെ നന്ദി, നമസ്കാരം. അവരുടെ ആരോഗ്യമില്ലാത്ത മനസ്സിലാണ്. സ്വന്തം ശരീരത്തിന് ആരോഗ്യമാണെന്ന് തോന്നുന്ന ഒരാളും ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കില്ല. അതുകൊണ്ട് ശരീരം വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കലകൾ പ്രാക്ടീസ് ചെയ്യണം. അതുകൊണ്ട് എല്ലാവരും അതിന് വേണ്ടി ശ്രമിക്കാം. ഇത്രയും പറയാനുള്ള ഈ സാധിക്കണം എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. രോഗം വരാതിരിക്കാൻ ചികിത്സിക്കണം. അതാണ് ആദ്യം പഠിക്കേണ്ടത്. പഞ്ചസാര ഒഴിവാക്കണം, റോസിനെ ഒഴിവാക്കണം. നമ്മൾ നെയ്ച്ചോറ് കണ്ടാൽ നെയ്ച്ചോറിന്റെ വാരി തിന്നിട്ടെയും അതിന്റെ പോലെ കുറെ അരിവ, ജിലേബി, ഫ്രൂട്ട്സ് എല്ലാം ഇത് ഫ്രീട്ടല്ലേ. ഇന്നൊക്കെ അസുഖം വരും. അത് വരാതിരിക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കാം. ഈ പരിപാടിക്ക് ക്ഷണിക്കുകയും അതുപോലെ തന്നെ ഈ പരിപാടി സംഘടിപ്പിച്ച എല്ലാവർക്കും എല്ലാവരുടെ ആശംസകൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യമാണ് നിങ്ങളുടെ സമ്പത്ത്. നിങ്ങളുടെ ആരോഗ്യമാണ്. അപ്പൊ അത് മനസ്സിലാക്കുക. കുട്ടികളെ അഭിപ്രായം നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഡ്രസ് വാങ്ങി കൊടുക്കുന്നുണ്ട്, നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്, നല്ല ചെരുപ്പ്, നല്ല മറ്റേ ടൂർ പാക്കേജ് ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കാൻ കരാട്ടെ പഠിപ്പിക്കാൻ വഴി എല്ലാം ചെയ്ത് കൊടുക്കും. നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കാൻ വഴി നല്ല വിദ്യാഭ്യാസത്തോടു കൂടി നല്ല അധ്യാപകരുടെ കീഴിൽ നല്ല കരാട്ടെ ക്ലാസ് പഠിപ്പിക്കണം. ഞാൻ 22 കൊല്ലമായി ഗൾഫിൽ ക്ലാസ് എടുക്കുന്നത്. അവിടെ 10ാം ക്ലാസ് ആയാലും 11ാം ക്ലാസ് ആയാലും 6ാം ക്ലാസ് ആയാലും 5ാം ക്ലാസ് ആയാലും അവർ കരാട്ടെ പഠിപ്പിക്കും. അത് പാർട്ട് ഓഫ് ദ ലൈഫാണ്. അപ്പൊ മറക്കണ്ട, എല്ലാവരും എന്നോട് ചേർന്നോട് പഠിച്ചോളി. എന്തായാലും ഇവിടെ വന്നിരിക്കുന്ന പ്രത്യേകിച്ച് നമ്മുടെ ഡിവൈഎസ്പി സാർ, അതുപോലെ ഡോക്ടർ സുലൈമാൻ മേൽപ്പത്തൂരിന്റെ എൻ്റെ ഏറ്റവും അടുത്ത ഗുരുനാഥന്മാർ, അതുപോലെ തന്നെ എല്ലാവർക്കും ഞാൻ ഒറ്റ വാക്കിൽ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ക്ഷണം സ്വീകരിച്ചു വന്നിരിക്കുന്ന കുട്ടികളും, അത് മാത്രമല്ല കുട്ടികൾക്ക് അഡ്മിഷൻ അവിടെ താഴെ നടക്കുന്നുണ്ട്. നമ്മൾ എന്തുകൊണ്ട് ആ സമയത്ത് അഡ്മിഷൻ കൊടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു സഭയിൽ കിട്ടിയിരിക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് എല്ലാവരും നമ്മൾക്കൊരു നല്ലൊരു സന്തോഷമുള്ള വാക്കുകൾ പലരും കിട്ടും. കാരണം നല്ലൊരു സദസ്സായിരുന്നുണ്ട്. ഒന്ന് നമ്മുടെ ഡിവൈഎസ്പി സാറിന് ഒരുപാട് സമയം നമുക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഇവിടെ ചെലവഴിച്ചു. ഒരുപാട് നല്ല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിരുന്നു. അതിന്റെ മേലെ നമ്മുടെ ഡോക്ടർ സുലൈമാൻ മേൽപ്പത്തൂർ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചെറിയൊരു കയറിട്ട് പിടിച്ചിരുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളാരും പോവുകയില്ല. കാരണം അതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും, ഒരുപാട് കിട്ടിക്കൊണ്ടിരിക്കും. അതിനൊരു വിഷമമുണ്ട്. പക്ഷെ ചെറിയൊരു കുളത്തിട്ട് പിടിച്ചത് കൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ മാത്രം അദ്ദേഹം എല്ലാം ഉൾക്കൊള്ളിച്ച് പറഞ്ഞത്. എന്തായാലും കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഡോക്ടർ സുലൈമാൻ മേൽപ്പത്തൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങളിൽ ലോകം മുഴുവൻ പല ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലും ഒക്കെ ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള നമ്മുടെ നാട്ടിലുള്ള ഒരാളെ നമുക്കിങ്ങനെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞാൻ വിളിച്ചു വരുത്തിയ ആളാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഇരിക്കുന്നത് എല്ലാവർക്കും, നിങ്ങൾ വന്നിരിക്കുന്ന രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഒരുപാട് വിഷമമൊക്കെ സഹിച്ച് പല ഭാഗത്തുനിന്നാണ് എല്ലാവരും ഞാൻ ഒറ്റ വാക്കിൽ നന്ദി അറിയിക്കുകയാണ്, ഒരുപാട് ഇഷ്ടം അറിയിക്കുകയാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു പാഴ്വാക്ക് പറഞ്ഞുകൊണ്ട് ഒരു ഇഷ്ടത്തോടു കൂടി ആരെങ്കിലും ബോധിപ്പിക്കാനുള്ള ഒരു വാക്ക് നമ്മൾ പറയാറില്ല. ദൈവാനുഗ്രഹിച്ചിട്ട് ഇവരൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ 10-20 വർഷമായിട്ട് നടത്തുന്ന ഞാൻ ഈ പഠിക്കുന്ന കുട്ടികളൊക്കെ എൻ്റെ മക്കളായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എനിക്ക് അറിയുന്ന വിദ്യകൾ അത് ഏത് സ്കൂൾ കോളേജിലാണ് എനിക്ക് അറിയുന്ന വിദ്യകൾ അത് ദൈവത്തിന്റെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അത് ആ ഒരു അറിയുന്ന വിദ്യകൾ നമ്മൾ ചൊല്ലി കൊടുക്കുക. ഇന്ന് വരക്കുന്ന നിമിഷം വരക്കും
അത് തന്നെ ആയിരിക്കും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും പഠിച്ചവൻ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ക്ലാസ്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളാരും പോകരുത്, ചെറിയൊരു ഡെമോ ഉണ്ട് ഇവിടെ. അപ്പൊ അതുകൊണ്ട് എന്തായാലും നമ്മുടെ ഈ ഉദ്ഘാടന ചടങ്ങ് നമ്മൾ തിരിച്ചുവിട്ടായിട്ട് അറിയിക്കുന്നു. എന്റെ ഏറ്റവും അടുത്ത പടിയത്ത് ബർക്കത്ത് അദ്ദേഹത്തിനോട് 2 വാക്ക് പറയാൻ പറഞ്ഞിട്ട് അദ്ദേഹം തൊണ്ടൊക്കെയുള്ളത് കൊണ്ട് പഞ്ചായത്ത് പ്രശ്നത്തിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടില്ല. 3 സന്തോഷം, എല്ലാവർക്കും ഒരുപാട് സന്തോഷം. താങ്ക് യു. സമയമുണ്ടോ? കുറച്ച് റഞ്ച് ചെയ്യിക്കാം. Kibarachi. Spot the ball. Kibarachi stance. Not to be just one punch. Pass punch double. Hit. South and punch. Knee. See. Go. Go. 2. Now 7 to the upper middle of our single ball. 3 പഞ്ച്. Pass 2. 3. 4. 5. Power middle up one fast. 2. 3. 4. 5. സിദ്ധ